അന്നമ്മോ, ഓ, എന്ത് ധൈര്യത്തിലാടി അവനിങ്ങോട്ട് വരുന്നേ? അവന് ജീവിതം മടുത്തു കാണോടി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല വെക്കോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വനജ ടീച്ചറുടെ ഈ പറഞ്ഞ വിത്തിനെ? എവിടെ? എന്താ അത്ര കാണാൻ? അത് ഉറപ്പല്ലേ, അവൻ ചാന്ത് പൊട്ടാ. അതെ. ലോറൻസേ, ലിപ്സ്റ്റിക് തീർന്നടോ. ആണോ? അത് പിന്നെ ചാന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നിർത്ത്. പുരുഷ സ്പർശമേൽക്കാതെ വെണ്ടികേറി പണ്ടാരടങ്ങി കിടക്കുന്ന ഈ അംഗരാജ്യത്തേക്ക് വരുന്ന നമ്മുടെ ചാന്തുപൊട്ടിന് നമ്മൾ ഒരു ഗംഭീര സ്വീകരണം നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട സുന്ദരി കുട്ടികളെ, ഇങ്ങനൊരു മുഹൂർത്തം ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനുമൊക്കെയായി ആദ്യമായ ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകുത്തുകയാണ്. വെൽക്കം ടു അവർ കോളേജ്. താങ്ക് യു. ശ്യാം ബാലഗോപാൽ, ഫസ്റ്റ് MA ഇംഗ്ലീഷിൽ പുതിയ അഡ്മിഷൻ. നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വനജ ടീച്ചറുടെ മകൻ. ഒരു ഏലിയൻ എനിമിയായല്ല നിങ്ങൾ ശ്യാമിനെ കാണേണ്ടത്. ഇനി ശ്യാം രണ്ടു വാക്ക് പറയട്ടെ. ചക്കരേ, ഞങ്ങളുടെ മാനം കളയല്ലേടാ. ഡിയർ സിസ്റ്റേഴ്സ്, അങ്ങനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നേയില്ല. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, സത്യത്തിൽ എനിക്കിതൊരു കറക്ഷൻ ഹോമാണ്. മലയാളത്തിൽ എന്താ പറയാ, ദുർഗുണ പരിഹാര പാഠശാല. അതുകൊണ്ട് എന്നെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ മാം? പിന്നെ ഇവിടെ 2 വർഷം തികച്ചു പഠിക്കാമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. ഞങ്ങൾ പഠിപ്പിച്ചോളാം. താങ്ക് യു. എനിക്കറിയാവുന്നത് ഞാനും പഠിപ്പിക്കാം. പിന്നെ പറഞ്ഞല്ലോ, എന്റെ അമ്മ ഇവിടെ ടീച്ചറാണ്. അതുകൊണ്ട് ഞാനിത്തിരി മാന്യത കാണിച്ച നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. താങ്ക് യു. വിദ്യാർത്ഥിനികളെ പ്രതിനിധീകരിച്ച് ശ്യാമിന് സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ ആൻ മാത്യൂസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ ചേട്ടൻ സുമുഖനാണ്, സുന്ദരനാണ്, സർവോപരി സുഭാഷണനാണ്. നമ്മുടെ ഭാഗ്യം. ഒരു സ്വാഗത പ്രസംഗമല്ല, ഒരു സ്വാഗത ഗാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാൺമതിനായി. സ്റ്റോപ്പ് ഇറ്റ്. ഈ പാട്ടാണോ പാടുന്നേ? എന്നാ വേറെ പാടാം മാം. കടമിഴിയിൽ കമലദളം സൂപ്പർ ഹിറ്റ് സോങ്. ഓക്കെ. കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. കം ടു മൈ റൂം. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. അതിനപ്പോഴേ ഹലോ. തിരക്കിനിടയിൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ഓ, പരിചയപ്പെടാൻ ഇറങ്ങിയതാ? 10,000 എണ്ണത്തിന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും അനിയൻ ഇത്തിരി ക്ഷീണിക്കും. അതിനല്ലേടി 40+ ക്യാപ്സ്യൂൾ. ഡേ, ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനാണ് ഉദ്ദേശമെങ്കിൽ മോനെ ഞങ്ങൾക്ക് പണിയാവേ. അത് ശരിയാ. ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയ പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകും. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്.
ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഐ ഫെൽറ്റ് ഇറ്റ്. നീ ബാഹുലേന്റെ മോള് തന്നെ. വെറുതെ അല്ല നിന്നിങ്ങോട്ട് നാട് കടത്തിയത്. ഇതൊരു പാരമ്പര്യ രോഗ, ലൗസോഫ്രീനിയ. 4 ആളെ വിളിച്ചുകൂട്ടി ഒരു കല്യാണം നടത്താനുള്ള യോഗം ഏതായാലും നിന്റെ തന്തയ്ക്കില്ല. എന്തായാലും അവൻ വന്നു. ഇനിയിപ്പോ മറ്റാരെങ്കിലും അടിച്ചു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് അവനെ പൊക്കാം. ഇരിക്കട്ടെ ഒരു സുന്ദരൻ നമ്മുടെ കൂടെ. ശവങ്ങളും ഒരുത്തന്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടിനും. അത് പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളല്ലേടി. ഓ മരങ്ങോടൻ, ഇതിന്ന് 3ാമത്തെ തവണയാ. ഫാഷൻ ഡിസൈനറാ. നീ ഇങ്ങോട്ട് വന്നേ, അവന്റെ സൂക്കട് ഞാൻ തീർത്തുതരാം. ഹലോ രഞ്ജിത്ത്. ആ ഞാൻ ശരിക്കും ആലോചിച്ചു, എനിക്ക് താല്പര്യ. രഞ്ജുന്റെ ഓഫീസ് എവിടാ? നേരിട്ടൊന്ന് കാണാം. ആഹാ ഓക്കെ. കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. കേരള ക്ലാസിക് വെയറിൽ മദാമ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. അയ്യോ, എന്റെ ബ്ലൗസ്. സാരി, സോറി. മുടിപ്പിടി, സാരി ഉടുക്കുന്നവർ സമ്മതിക്കണം. ഊറ്റാമ്പെടുന്ന പാട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നു? ഹായ്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും ആറ്റുകാൽ രാമകൃഷ്ണ. പറഞ്ഞ അച്ചട്ടാ. എന്റെ ഗ്രഹനില കണ്ടപ്പോഴേ പറഞ്ഞു ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു. 7ാം ഭാവത്തിൽ ശുക്രൻ മീനരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. സത്യം പറയാലോ, താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ആഴ്ച വാലുമുറിയാൻ സാധ്യതയുണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നോ? അതെ, ഇവളുടെ അച്ഛനോട് ഈ വിവരം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും തന്റെ ഈ പ്രശ്നം. അയ്യോ, അച്ഛനോട് പറയാൻ വരട്ടെ. ആദ്യം കുട്ടിക്ക് താല്പര്യം വേണം, അതിനുശേഷം 2 ദിവസം റാമ്പിൾ റിഹേഴ്സൽ. സർ, ഫോട്ടോസ്. ഇതൊന്നും ഇനി വേണ്ടടോ. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. കേരള ക്ലാസിക് വെയർ ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഇത്രയും ആപ്റ്റ് ആയ ആളെ വേറെ എവിടെ കിട്ടാനാ? ക്യൂട്ട് കുട്ടി. സഹോദര, എന്താ കുട്ടി? മനസ്സിലാവുന്ന ഭാഷയിൽ പലതവണ ഇവള് പറഞ്ഞു തന്റെ മോഡലാവാൻ താല്പര്യമേ ഇല്ലാന്ന്. ഫെമിന ഷോ എന്നൊക്കെ കേൾക്കുമ്പോ നെഞ്ചും തല്ലി വീഴുന്ന പെണ്ണുങ്ങളെ താൻ കണ്ടിട്ടുള്ളൂ. ഇവൾ ആ ടൈപ്പ് അല്ല. അതുകൊണ്ട് ആ പൂതി ചേട്ടൻ 8 മടക്കി പോക്കറ്റിൽ വെക്ക്. കുട്ടി അല്പം വഴി തരൂ. അതെ, ഇത് അസൂയ. കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തീരുമാനിക്കണ്ട, ഞാൻ വിളിച്ചോണ്ടേയിരിക്കും. ഔചത്യക്കാരൻ ആവശ്യമുണ്ടല്ലോ. വാടി, ഇതൊരു നടക്ക് പോവൂല. ചേട്ടൻ ആറ്റുകാൽ രാമകൃഷ്ണനെ ഒന്നുകൂടെ കണ്ടേക്ക്. അംഗഭംഗം, മാനഹാനി ഏതെങ്കിലും ഒന്ന് ഉറപ്പാ. വരട്ടെ.